മണ്ഡലകാല തീർത്ഥാടനം കഴിഞ്ഞതോടെ അപ്പാച്ചിമേട് മുതൽ സന്നിധാനം വരെയുള്ള മേഖലയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. വിവിധ സർക്കാർ വകുപ്പുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. 18 സെക്ടറുകളിൽ ഒരേ സമയം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയെന്നും അപ്പാച്ചിമേട് മുതൽ സന്നിധാനം വരെ വിവിധ ടീമുകളെ നിയോഗിച്ചിട്ടുണ്ടെന്നും ഡ്യൂട്ടി മജിസ്ട്രേറ്റ് കൃഷ്ണകുമാർ കെ അറിയിച്ചു. രാവിലെ ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങളിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, വിശുദ്ധി സേന, വിവിധ സന്നദ്ധ സംഘടനകളിലെ അംഗങ്ങൾ തുടങ്ങിയവർ സജീവമായി പങ്കെടുത്തു. തിങ്കളാഴ്ച വൈകുന്നേരം മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കും. സന്നദ്ധ സേനാ സംഘടനകള്, പോലീസ്, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ എല്ലാം കൂടി നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു ടീം വർക്കാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അത് 18 സെക്ടറുകളായിട്ട് ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ അപ്പാച്ചിമേടിന്റെ സൈഡിലുള്ളതായിട്ടുള്ള ഭാഗം മുതൽ ഈ സന്നിധാനം ഉൾപ്പെടെ ഇതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് കവർ ചെയ്യേണ്ട ഏരിയ ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളതിൽ ഒന്ന് എന്ന് പറയുന്നത് അരവണ പ്ലാന്റിന്റെ ഭാഗമായിരുന്നു. അതുപോലെ തന്നെ മാളികപ്പുറം ക്ഷേത്രത്തിന്റെ പിൻവശത്തുള്ളതായിട്ടുള്ള ഏരിയ, അതുപോലെ തന്നെ ആയുർവേദ ഹോസ്പിറ്റലിന് സമീപമുള്ളതായിട്ടുള്ള ഏരിയ, ഇങ്ങനെ 3-4 ഏരിയകൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് ഓരോ ഭാഗം നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ജനറൽ ആയിട്ടുള്ളതായിട്ടുള്ള ക്ലീനിങ് എല്ലായിടത്തും രാവിലെ 7:30 തന്നെ ആരംഭിച്ചു. ഇപ്പോൾ അത് ഒരു ഭാഗം വളരെ വൃത്തിയായിട്ട് തന്നെ എടുക്കുകയാണ്. അപ്പോൾ ഇനി 3-4 സെക്ടറുകൾ കേന്ദ്രീകരിച്ചാണ് നമുക്ക് കൂടുതലായിട്ട് ആക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് നമുക്ക് ട്രാക്ടറിന്റെയും അതുപോലെ തന്നെ ഈ സന്നദ്ധ സേവാ സംഘടനകളുടെയും എല്ലാം കൂടിയുള്ളതായിട്ടുള്ള ഒരു നേതൃത്വത്തിൽ അവരുടെ കൂടിയുള്ള ഒരു സഹകരണത്തോട് കൂടിയിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്.